നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി എക്കോളജിയാണ്. അതിൽ നമുക്ക് പഠിക്കാനുള്ളത് സ്പീഷീസ് ഡൈവേഴ്സിറ്റിയാണ്. അതായത് ഒരു സ്പീഷീസ് എത്ര ഡൈവേഴ്സായിട്ടൊരു റീജിയനിലുള്ളതാണ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി. നമുക്കറിയാം സ്പീഷീസ് റിച്ച്നെസ്, സ്പീഷീസ് ഇവൺനെസ്, ഇതൊക്കെ ചേർന്നിട്ടുള്ളതാണ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി. അതിൽ നമുക്ക് പഠിക്കാനുള്ളത് ബർഗർ പാർക്കർ ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഇൻഡെക്സാണ്. ഇതിലെന്താ കണക്കാക്കുന്നതെന്ന് വെച്ചാൽ ഒരു സ്പീഷീസിൻ്റെ ഡൊമിനൻസ് ആണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ചില സ്പീഷീസ് വളരെ കൂടുതലായിട്ട് കാണും. ടോട്ടൽ സ്പീഷീസിൻ്റെ പോപ്പുലേഷൻ വെച്ച് നോക്കുമ്പോൾ അത് വളരെ കൂടുതലായിരിക്കും. അത് കൂടുതലാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ബർഗർ പാർക്കർ ഇൻഡെക്സ് കൂടുതലാണ്. അപ്പോൾ അവിടെ ഏതോ ഒരു സ്പീഷീസിൻ്റെ ഡൊമിനൻസ് ഭയങ്കരമായിട്ട് കൂടുതലായിട്ടുണ്ട്. ഷനോൺ ഇൻഡെക്സ് എന്താണെന്ന് വെച്ചാൽ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ കയ്യിലൊരു 100 ബോൾസ് ഉണ്ട്. അതായത് ഒരു ജാറുണ്ട്, അതിൽ 100 റെഡ് ബോൾസ് ഉണ്ട്. അതിൽ നിന്ന് കണ്ണടച്ച് നമ്മളൊരെണ്ണം എടുത്താൽ അത് റെഡ് ആവാനല്ലേ ചാൻസ് ഉള്ളൂ. അവിടെ ഒരു അൺഎക്സ്പെക്റ്റഡ്നെസ് ഇല്ല. പക്ഷേ അതേസമയം നമ്മുടെ കയ്യിലൊരു 100 ബോളുള്ള വേറൊരു ജാറുണ്ട്. അതിൽ മഞ്ഞ ബോളുണ്ട്, നീല ബോളുണ്ട്, റെഡ് ബോളുണ്ട്, ഗ്രീൻ ബോളുണ്ട്. ഇത് 4ഉം 25 വീതമുണ്ട്. അപ്പോൾ നമ്മൾ കണ്ണടച്ചൊരെണ്ണം എടുത്താൽ ദർ ഈസ് എ ചാൻസ് 1/4 ചാൻസ് ആവും അത്. മറ്റേത് 1/1 ചാൻസ് ആയിരുന്നെങ്കിൽ ഇത് 1/4 ചാൻസ് ആയി. അപ്പോൾ ഒരു അൺഎക്സ്പെക്റ്റഡ്നെസ് വന്നു. ഈ അൺഎക്സ്പെക്റ്റഡ്നെസ് ആണ് ഷനോൺ ഇൻഡെക്സ് എന്ന് പറയുന്നത്. എത്ര അൺഎക്സ്പെക്റ്റഡ് ആണോ അത്രയും സ്പീഷീസിൻ്റെ ഡൈവേഴ്സിറ്റി കൂടുതലായിരിക്കും. നമ്മൾ അതിനെയാണ് ഷനോൺ ഇൻഡെക്സ് വെച്ച് ചെക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് റീജിയണൽ ഡൈവേഴ്സിറ്റിയാണ്. അതിനകത്ത് ആൽഫ, ബീറ്റ, ഗാമ നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുള്ളതാണ്. ആൽഫ എന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ സ്ഥലത്തെ ഡൈവേഴ്സിറ്റി, പർട്ടിക്കുലർ സ്ഥലത്തെ സ്പീഷീസ് ഡൈവേഴ്സിറ്റി. ബീറ്റ എന്ന് വെച്ചാൽ 2 സ്ഥലം, അതായത് 2 എക്കോസിസ്റ്റം നമ്മൾ നോക്കും. അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ കമ്പയർ ചെയ്ത ഡൈവേഴ്സിറ്റിയാണ് ബീറ്റ ഡൈവേഴ്സിറ്റി. ഗാമ എന്ന് വെച്ചാൽ ഒരു ഹോൾ ലാൻഡ്സ്കേപ്പിലെ ഡൈവേഴ്സിറ്റി. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സക്സഷനാണ്. സക്സഷൻ നമുക്കറിയാം, ഒരു പുതിയതായിട്ടൊരു സ്ഥലത്തൊരു ഓർഗാനിസം, അതായത് ഒരു പയനിയർ സ്പീഷീസ് വരുന്നു. അതിൽ നിന്ന് പല പല സ്പീഷീസ് വന്ന് ലാസ്റ്റിലൊരു ക്ലൈമാറ്റിക് സ്പീഷീസ് എത്തും, ഒരു ഫോറസ്റ്റ് എത്തും. അതിനെയാണ് നമ്മൾ സക്സഷൻ എന്ന് പറയുക. പ്രൈമറി സക്സഷൻ എന്ന് വെച്ചാൽ ഒരു ലാൻഡ് ഭയങ്കര ന്യൂഡായിരിക്കും, അവിടെ ഒന്നുമില്ല. അങ്ങനെ ഒരു ലാൻഡിൽ ആദ്യമായിട്ടൊരു ലൈക്കൺസ് പോലത്തെ അല്ലെങ്കിൽ ആൽഗ വരുന്നു, ലൈക്കൺസ് വരുന്നു. കൂടുതലും വരുന്നത് ക്രസ്റ്റോസ് ലൈക്കൺസ് ആണ്. ഈ ലൈക്കൺസ് വരുന്നു, എന്നിട്ട് അതിന് ശേഷം അടുത്ത ജീവി വരുന്നു, അതിനെ റീപ്ലേസ് അടുത്തത് വരുന്നു. അങ്ങനെ അവസാനം ഒരു ഫോറസ്റ്റ് എത്തുന്നു. ഇതിനാണ് നമ്മൾ പ്രൈമറി സക്സഷൻ എന്ന് വിളിക്കുക. സെക്കൻഡറി സക്സഷൻ എന്ന് പറയുമ്പോൾ ഓൾറെഡി അവിടെ കുറേ ജീവികൾ ഉണ്ടായിരുന്നു, പക്ഷേ എന്തോ ഒരു കാരണം നശിച്ചുപോയി. ഫോർ എക്സാമ്പിൾ ലാൻഡ് സ്ലൈഡ് ആവാം, വോൾക്കാനിക് ഇറപ്ഷൻ ആവാം, ഫ്ലഡ് ആവാം. എങ്ങനെയോ അവിടുത്തെ ജീവികളെല്ലാം നശിച്ചുപോയി. പിന്നീട് അവിടെ വീണ്ടും ഒരു പയനിയർ സ്പീഷീസാണ് വീണ്ടും ഒരു സ്പീഷീസ് വന്ന് വീണ്ടും അവിടെ ഒരു എക്കോസിസ്റ്റം ഉണ്ടായി വരുന്നു. അതിനെയാണ് നമ്മൾ സെക്കൻഡറി സക്സഷൻ എന്ന് വിളിക്കുക. നമുക്കറിയാം 2 ടൈപ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഹൈഡ്രാർക്കും സിറാർക്കും. സിറാർച്ചിൽ ഒരു റോക്കിലായിരിക്കും നടക്കുന്നത്. അവിടെ നമുക്ക് ക്രസ്റ്റോസ് ലൈക്കൺ വരും, പിന്നെ ഫോളിയോസ് വരും, റൂട്ടിക്കോസ് വരും, ഹെർബ്, ഷ്രബ്, വുഡ്ലാൻഡ്, ഫോറസ്റ്റ്. ഹൈഡ്രാർക്കിലാണെങ്കിൽ ഫൈറ്റോ പ്ലാങ്ക്ടൺ സ്റ്റേജ് വരും, സബ്മർജ്ഡ് സ്റ്റേജ് വരും, അതിനുശേഷം ഫ്ലോട്ടിംഗ് സ്റ്റേജ് വരും, റീഡ് സ്വാമ്പ് വരും, മാർഷ്മെഡോ വരും, പിന്നീട് വുഡ്ലാൻഡ് വരും, അതേപോലെ ഫോറസ്റ്റ് എത്തും. ഇതാണ് നമ്മുടെ സക്സഷൻ എന്ന് പറയുന്നത്. അടുത്തത് ഫെസിലിറ്റേഷൻ. അതായത് ചില സ്പീഷീസ് മറ്റൊരു സ്പീഷീസിൻ്റെ ഡെവലപ്മെൻറ്റിനെ ഫെസിലിറ്റേറ്റ് ചെയ്യും. അടുത്ത ജീവി വന്ന് അവിടെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി ഫെസിലിറ്റേറ്റ് ചെയ്യും. അതാണ് ഫെസിലിറ്റേഷൻ. ഇൻഹിബിഷൻ എന്ന് വെച്ചാൽ ഒരു സ്പീഷീസ്, അതായത് ഈ സക്സഷൻ്റെ ഇടയിൽ വരുന്ന ഏതെങ്കിലും ഒരു സ്പീഷീസ് മറ്റൊരു സ്പീഷീസിൻ്റെ റീപ്ലേസ്മെൻറ്റിനെ ഇൻഹിബിറ്റ് ചെയ്യും. അതാണ് ഇൻഹിബിഷൻ. ടോളറൻസ് എന്ന് വെച്ചാൽ വന്നാലും വന്നില്ലെങ്കിലും ഇതിനൊന്നുമില്ല, ഇതിനെ ഫെസിലിറ്റേറ്റും ചെയ്യുന്നില്ല, ഇൻഹിബിറ്റും ചെയ്യുന്നില്ല. അതിനെയാണ് നമ്മൾ ടോളറൻസ് എന്ന് വിളിക്കുക. നെക്സ്റ്റ് സ്പീഷീസ് ഇൻട്രാക്ഷൻ. അതിലൊന്നാമത്തേത് കോമ്പറ്റീഷൻ. ഒരു ജീവി മറ്റൊരു ജീവിയുടെ വളർച്ചയെ തടയുന്നു, ഫുഡിനോ അല്ലെങ്കിൽ ഷെൽറ്ററിനോ വേണ്ടിയുള്ള കോമ്പറ്റീഷൻ നടക്കുന്നു. പ്രഡേഷൻ. നമുക്കറിയാം, ഒരു പ്രഡേറ്റർ ഒരു പ്രേയെ കണ്ടുപിടിക്കുന്നു, ഈറ്റ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ഒരു ടൈഗർ ഒരു സീബ്രയെ കൊല്ലുന്നു, കഴിക്കുന്നു. അതാണ് പ്രഡേഷൻ. ഹെർബിവോറി എന്ന് വെച്ചാൽ ഗ്രാസിനെ ഈറ്റ് ചെയ്യുന്ന ആനിമൽസ്, കൗവ്, ഡിയർ, അതൊക്കെ. പാരസൈറ്റിസം എന്ന് വെച്ചാൽ നമ്മുടെ ഇൻഡസ്ട്രിയിലൊക്കെ ജീവിക്കുന്ന വേംസൊക്കെ പോലെ ഒരു ജീവിയിൽ പാരസൈറ്റായിട്ട് മറ്റൊരു ജീവി ജീവിക്കുന്നു, ഇത്തിളൊക്കെ പോലെ. പിന്നെയുള്ളത് കമൻസാലിസം. അത് ഒരെണ്ണത്തിന് ഫേവറബിൾ ആയിരിക്കും, മറ്റൊരെണ്ണത്തിന് നോ യൂസ് ഓർ നത്തിങ്, ഇറ്റ്സ് നോട്ട് അഫക്റ്റഡ്. ഇപ്പോൾ നമ്മൾ എപ്പിഫൈറ്റ്സിനെ പറയും, വാണ്ട പോലത്തെ. അതൊക്കെയെന്ന് വെച്ചാൽ വാണ്ടയ്ക്ക് അവിടെ ഒരു ഷെൽട്ടർ കിട്ടുന്നുണ്ടെങ്കിൽ മരത്തിന് പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ല. അതാണ് കമൻസാലിസം. അമെൻസാലിസം എന്ന് വെച്ചാൽ ഒരെണ്ണത്തിന് ദോഷമാണ്, മറ്റൊരെണ്ണത്തിന് എഫക്റ്റ് ഇല്ല. അതായത് പ്ലാന്റ്സ് ചില കെമിക്കൽസ് റിലീസ് ചെയ്യും, അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക്സ് റിലീസ് ചെയ്യുന്ന ചില ജീവികളുണ്ട്. ഇത് കാരണം അടുത്തുള്ള ജീവികളൊക്കെ ഒരുപാട് നശിച്ചു പോകും. പക്ഷേ ഇതിന് പ്രത്യേകിച്ച് ഗുണമോ ദോഷമൊന്നുമില്ല. ശരിക്കും ഒരു കോമ്പറ്റീഷനാണ്, എന്നാലും വലിയതായിട്ട് പറയത്തക്ക പോലെ പെട്ടെന്ന് ഗുണവും ദോഷമൊന്നുമില്ല. മ്യൂച്വലിസം നമുക്കറിയാം, ബട്ടർഫ്ലൈയും പ്ലാന്റും പോലെ പോളിനേഷനെ ഹെൽപ്പ് ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് ജീവിക്കുന്നു. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഐലൻഡ് ബയോജിയോഗ്രഫി. അതായത് ഒരു ഐലൻഡിൽ അവിടുത്തെ ജോഗ്രഫിയെ പറ്റി നമ്മൾ പഠിക്കുന്നതാണ്. ഇപ്പോൾ ഐലൻഡ് ബയോജിയോഗ്രഫിയിൽ 2 പോയിൻറ്റ്സാണുള്ളത്. എത്ര വലുതാണോ ഐലൻഡ് അത്രയും വലുതായിരിക്കും അവിടുത്തെ ഡൈവേഴ്സിറ്റി, അല്ല അത്രയും സ്പീഷീസ് അവിടെ ഉണ്ടാവും. അതുപോലെ എത്ര ദൂരത്തു നിന്നാണോ ഇത് മെയിൻ ലാൻഡിൽ നിന്ന്, അതനുസരിച്ച് അവിടുത്തെ സ്പീഷീസ് റിച്ച്നെസ് വേരി ചെയ്യും.
നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് എക്കോസിസ്റ്റം ആണ്. അതായത് ടൈപ്സ് ഓഫ് എക്കോസിസ്റ്റം. നമുക്കറിയാം 2 ടൈപ്പ് ഓഫ് എക്കോസിസ്റ്റം ഉണ്ട്, മെയിൻലി ടെറസ്ട്രിയലും അക്വാട്ടിക്കും. ടെറസ്ട്രിയൽ തന്നെ പല ടൈപ്പ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ഫോറസ്റ്റ് എക്കോസിസ്റ്റം, പിന്നെ ഉള്ളത് ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റം. ഈ ഫോറസ്റ്റിൽ തന്നെ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ഉണ്ട്, ടെമ്പറേറ്റ് ഫോറസ്റ്റ് ഉണ്ട്, ഗ്രാസ് ലാൻഡിൽ പല ടൈപ്പ് ഉണ്ട്. അതേപോലെ തന്നെ മൗണ്ടൻ എക്കോസിസ്റ്റം ഉണ്ട്, ഡിസേർട്ട് എക്കോസിസ്റ്റം ഉണ്ട്. ഇതൊക്കെയാണ് ടെറസ്ട്രിയൽ എന്ന് പറയുന്നത്. പിന്നെ അക്വാട്ടിക് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഫ്രഷ് വാട്ടർ എക്കോസിസ്റ്റം ഉണ്ട്, മറൈൻ എക്കോസിസ്റ്റം ഉണ്ട്, എഷ്വറീൻ ഉണ്ട്. ഫ്രഷ് വാട്ടർ എന്ന് പറയാം, നമുക്കറിയാം ഫ്രഷ് വാട്ടർ ആയിരിക്കും. അതേപോലെ മറൈൻ എന്ന് പറയുന്നത് സീ വാട്ടർ ആയിരിക്കും. എഷ്വറീൻ എന്ന് പറയുന്നത് ബ്രാക്കിഷ് വാട്ടർ ആയിരിക്കും, ഈ കായലൊക്കെ പോലത്തെ സ്ഥലങ്ങൾ. നെക്സ്റ്റ് കമ്പോണൻറ്റ്സ് ഓഫ് എക്കോസിസ്റ്റം, അതിൻ്റെ ഫങ്ഷണൽ ആട്രിബ്യൂട്ട്സ്. അതിനകത്ത് ഫസ്റ്റ് പഠിക്കാനുള്ളത് പ്രൊഡക്ടിവിറ്റി. അതായത് എത്ര ബയോമാസ് ക്രിയേറ്റ് ചെയ്യുന്നു, ഇപ്പം പ്ലാന്റ്സ് എത്ര ഫോട്ടോസിന്തസിസ് വഴി എത്ര ബയോമാസ് ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രൊഡക്ടിവിറ്റി, പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. അതിനകത്ത് റെസ്പിറേഷൻ കൂടി ഉൾപ്പെട്ടതാണ് ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. അതിൽ റെസ്പിറേഷൻ മൈനസ് ചെയ്താൽ അത് നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. പിന്നീട് ട്രോഫിക് ലെവൽസ്, അത് നമുക്കറിയാം. ആദ്യം ഒരു പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, പിന്നെ കൺസ്യൂമേഴ്സ്, പ്രൈമറി കൺസ്യൂമേഴ്സ്, സെക്കൻഡറി കൺസ്യൂമേഴ്സ്, ടെർഷ്യറി കൺസ്യൂമേഴ്സ്, ഡീകമ്പോസേഴ്സ്. ക്വാർട്ടർണറി കൺസ്യൂമേഴ്സിനെയും പറയാറുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫുഡ് ചെയിൻ. അതായത് ഒരു ജീവിയിൽ നിന്ന് മറ്റൊരു ജീവിയിലേക്ക് പോകുന്നതാണ്. ഗ്രേസിങ് ഫുഡ് ചെയിൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഗ്രാസ് ഉണ്ട്, അതിനെ ഈറ്റ് ചെയ്യുന്ന കുറച്ച് ജീവികൾ കാണും, അതിനെ ഈറ്റ് ചെയ്യുന്ന മറ്റു കുറച്ച് ജീവികളാണ്. ഫോർ എക്സാമ്പിൾ ഗ്രാസിനെ ഈറ്റ് ചെയ്യുന്ന ഗ്രാസ് ഹോപ്പർ, അതിനെ ഈറ്റ് ചെയ്യുന്ന റാബിറ്റിനെ ഈറ്റ് ചെയ്യുന്ന ലയൺ ഓർ സംതിങ് ലൈക്ക് ദാറ്റ്, അതിനെ ഈറ്റ് ചെയ്യുന്ന അടുത്തത് അതായത് അതിന് ഡീകമ്പോസ് ചെയ്യുന്നു. അതാണ് നമ്മുടെ ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. അതുപോലെ ഡെട്രിഷ്യസ് ഫുഡ് ചെയിൻ ഉണ്ട്, അതായത് ഒരു ജീവിയുടെ ഡെത്ത് ആൻഡ് ഡീകമ്പോസിൽ തുടങ്ങുന്ന ഫുഡ് ചെയിൻ. പിന്നെ ഫുഡ് വെബ് എന്ന് വെച്ചാൽ ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഫുഡ് ചെയിൻസ് ആണ്. പല ഫുഡ് ചെയിൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർ കണക്റ്റഡ് ആയിരിക്കും. നമുക്കൊന്നും ഒറ്റ നേർരേഖയിലാണ് പറയുന്നത് എക്കോസിസ്റ്റത്തിൽ പറയാൻ പറ്റില്ല. പലതുമായിട്ടും ഇൻ്റർ കണക്റ്റഡ് ആണ്. സോ ഇറ്റ്സ് എ ഫുഡ് വെബ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എക്കോളജിക്കൽ പിരമിഡ്സ് ആണ്. നമുക്കറിയാം പല ടൈപ്പ് ഓഫ് പിരമിഡ്സ് ഉണ്ട്. പിരമിഡ് ഓഫ് നമ്പർ, പിരമിഡ് ഓഫ് ബയോമാസ്, പിരമിഡ് ഓഫ് എനർജി. അതായത് നമ്പർ നോക്കുകയാണെങ്കിൽ ഒരു ട്രോഫിക് ലെവലിൽ നിന്ന് അടുത്ത ട്രോഫിക് ലെവൽ വരെയുള്ള നമ്പർ അത് മോസ്റ്റ്ലി അപ്രൈറ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആദ്യം പ്ലാന്റ്സ് കാണും, പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ള പ്ലാന്റ്സ് കാണും, പിന്നെ അതിൻ്റെ കൺസ്യൂമേഴ്സ് കാണും. അതിൻ്റെ നമ്പർ വെച്ചിട്ട് നമ്മൾ വരയ്ക്കുന്ന പിരമിഡാണ് പിരമിഡ് ഓഫ് നമ്പർ. അതിൻ്റെ ബയോമാസ് വെച്ച് നമ്മൾ വരയ്ക്കുന്നതാണ്, അതായത് എത്ര മാസ് ഉണ്ടെന്ന് വെച്ച് വരയ്ക്കുന്നതാണ് പിരമിഡ് ഓഫ് ബയോമാസ്. അത് അക്വാട്ടിക് സിസ്റ്റത്തിൽ തിരിച്ചായിരിക്കും, ഡൗൺവേർഡ്സ് ആയിരിക്കും, അപ്രൈറ്റ് ആയിരിക്കില്ല. പിന്നെ എനർജിയുടെ ഡയഗ്രാം എപ്പോഴും അപ്രൈറ്റ് ആയിരിക്കും. അത് എത്ര എനർജി പാസ് ചെയ്യുന്നു എന്നുള്ള ചേർത്തിട്ടുള്ള പിരമിഡാണ്. ഇറ്റ്സ് വെരി ഈസി, നമ്മൾ പ്ലസ് ടു തൊട്ടേ പഠിക്കുന്ന കാര്യങ്ങളാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് കീസ്റ്റോൺ സ്പീഷീസ്. അതായത് ഒരു റീജിയനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പീഷീസ് അതായിരിക്കും ആ എക്കോസിസ്റ്റം നിലനിർത്തുന്നത്. ഫോർ എക്സാമ്പിൾ ടൈഗറാണ് ശരിക്കും അവിടുത്തെ ഹെർബിവോറസിനെയൊക്കെ കൊന്നിട്ട് അതിൻ്റെ ആവശ്യത്തിന് കഴിക്കും. അല്ലെങ്കിൽ ലയൺ ഈസ് എ ബെസ്റ്റ് എക്സാമ്പിൾ. ലയൺ ശരിക്കും പറയാറ് എക്കോസിസ്റ്റത്തിൻ്റെ നിലനിൽപ്പ് അനുസരിച്ച് അത് ഫുഡ് കഴിക്കുന്നതെന്ന് പറയാറുണ്ട്. അതിനെ നമ്മൾ കാട്ടിലെ രാജാവ് എന്നൊക്കെ വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ അവിടെ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു ഹെർബിവോറിൻ്റെ എണ്ണം കൂടുകയാണ്, ഫോർ എക്സാമ്പിൾ സീബ്രയുടെ എണ്ണം കൂടുകയാണെങ്കിൽ സീബ്രയെ പിടിച്ച് കഴിക്കും. അപ്പോൾ അതിൻ്റെ എണ്ണം വളരെ കൂടാതെ നിയന്ത്രിക്കാൻ പറ്റും. അപ്പോൾ പ്ലാന്റ്സ് സംരക്ഷിക്കപ്പെടും. ഇല്ലെങ്കിൽ ഇത് മുഴുവൻ പ്ലാന്റ്സിനെ തിന്ന് തീർക്കൂലേ. അതേപോലെ തന്നെ ഫിഗ് ട്രീയെ നമ്മളൊരു കീസ്റ്റോൺ സ്പീഷീസിനെ വിളിക്കുക. അതായത് പല സമയത്തും ഇത് ഒരുപാട് ജീവികൾക്ക് ഫുഡ് കൊടുക്കുന്നു. അപ്പോൾ അവിടുത്തെ എക്കോസിസ്റ്റം നിലനിർത്തുന്നത് ഈ ഫിഗ് ട്രീ ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡോമിനൻറ്റ് സ്പീഷീസ്. ഏതെങ്കിലും ഒരു എക്കോസിസ്റ്റത്തിൽ ഇതായിരിക്കും ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുക. ഫോർ എക്സാമ്പിൾ ഒരു ഗ്രാസ് ലാൻഡിൽ ഗ്രാസാണ് ഡോമിനൻറ്റ് സ്പീഷീസ്. പിന്നെ എക്കോസിസ്റ്റം എഞ്ചിനീയേഴ്സ്. ഇവരെന്ന് വെച്ചാൽ എക്കോസിസ്റ്റത്തിൽ ചില മാറ്റങ്ങൾ വരുത്തും. ഇവരാണ് ശരിക്കും എക്കോസിസ്റ്റത്തിന് കുറേ മാറ്റങ്ങളൊക്കെ സംഭവിച്ചിങ്ങനെ വേറൊരു രീതിയിലാക്കിക്കൊണ്ട് പോകുന്നത്. ഫോർ എക്സാമ്പിൾ എലഫൻറ്റ് നടക്കുമ്പോൾ അവിടുത്തെ ട്രീസിനെയൊക്കെ ഇത് തള്ളിമാറ്റും. അപ്പോൾ എലിഫൻറ്റ് കാരണം അവിടെ ഒരു എക്കോസിസ്റ്റത്തിനൊരു ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എഞ്ചിനീയേഴ്സ് എന്ന് വിളിക്കുക. നെക്സ്റ്റ് ഇൻഡിക്കേറ്റർ. അതായത് എക്കോസിസ്റ്റത്തിൻ്റെ നിലനിൽപ്പിനെ അല്ലെങ്കിൽ ഹെൽത്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സ്പീഷീസാണ് ഇൻഡിക്കേറ്റേഴ്സ്. ഫോർ എക്സാമ്പിൾ ലൈക്കൺസ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് അംബ്രല്ല സ്പീഷീസ്. അതായത് ഈ സ്പീഷീസ് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട സ്പീഷീസ് ആയിരിക്കും. ഈ സ്പീഷീസ് കാരണമാണ് ആ എക്കോസിസ്റ്റം നിലനിൽക്കുന്നത്. നമ്മൾ കീസ്റ്റോൺ പറഞ്ഞ പോലെ തന്നെ ഇതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് ജീവികൾ ജീവിക്കുന്നുണ്ടായിരിക്കും. അതിനെ നമ്മൾ അംബ്രല്ല സ്പീഷീസ് എന്ന് വിളിക്കുക. അതിൻ്റെ കീഴിൽ നെക്സ്റ്റ് ഫ്ലാഗ്ഷിപ്പ് സ്പീഷീസ് എന്ന് വെച്ചാൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ടൈഗർ നമ്മുടെ ഫ്ലാഗ്ഷിപ്പ് സ്പീഷീസാണ്. കാരണം അത് നമ്മുടെ ദേശീയ ആനിമലാണ്, നാഷണൽ ആനിമലാണ്. അപ്പോൾ അതിനൊരു കരിസ്മയൊക്കെ കാണും. അങ്ങനത്തെ ആനിമൽസ് നമ്മൾ സെലക്ട് ചെയ്യും സംരക്ഷിക്കാൻ വേണ്ടി. ബിക്കോസ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമ്മുടെ ആന്ത്രപ്പോജനിക് ഇമ്പോർട്ടൻസ് കാരണമാണ് ഫ്ലാഗ്ഷിപ്പ് സ്പീഷീസിനെ തിരഞ്ഞെടുത്ത് സംരക്ഷിക്കുന്നത്. നെക്സ്റ്റ് ബിഹേവിയറൽ എക്കോളജി. അതായത് ഒരു ഓർഗാനിസത്തിൻ്റെ ബിഹേവിയർ, എക്കോസിസ്റ്റത്തിലെ പല ഓർഗാനിസം തമ്മിലുള്ള ബിഹേവിയറിനെ നമ്മൾ പഠിക്കുന്നതാണ് ബിഹേവിയറൽ എക്കോളജി.
ഒന്ന് ആൾട്രൂയിസം എന്ന് പറയുന്നത് വളരെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോൺസെപ്റ്റ്. അത് സ്വന്തം ജീവൻ കളഞ്ഞിട്ട് മറ്റൊരു ജീവിയെ രക്ഷിക്കുക എന്നുള്ള ആൾട്രൂയിസം, നമ്മൾ സാക്രിഫൈസ് ചെയ്യുക എന്ന് പറയില്ല, അതാണ് ആൾട്രൂയിസം. ഫോർ എക്സാമ്പിൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ സീബ്രയൊക്കെ ഇങ്ങനെ മേയുന്ന സമയത്ത് എവിടെയെങ്കിലും ലയണോ ടൈഗറോ ഒക്കെ വരുവാണെങ്കിൽ ചില സ്പീഷീസ് അലാംസ് കൊടുക്കും, അതായത് ഈ വരുന്നുണ്ടെന്ന് അലാംസ് കൊടുക്കും. പക്ഷേ ഈ അലാം കൊടുക്കുന്ന ജീവിക്കത് പ്രശ്നമാണ്, മറ്റേത് കണ്ട അതിന് പിടിക്കും. എന്നാലത് നോക്കാണ്ട് ഇത് അലാം കൊടുക്കും, അതിൻ്റെ ജീവൻ മാറ്റിക്കൊണ്ടത് മറ്റുള്ള ജീവനെ സംരക്ഷിക്കാൻ നോക്കും. അതാണ് ആൾട്രൂയിസം. നെക്സ്റ്റ് എന്ന് പറയുന്നത് കിൻ സെലക്ഷൻ, അതായത് സ്വന്തം ബ്ലഡ് റിലേഷനിലുള്ള ജീവികളെ രക്ഷിക്കുക. ഒരമ്മ തൻ്റെ കുഞ്ഞിനെ രക്ഷിക്കുക, അതിനുവേണ്ടി അവർ സാക്രിഫൈസ് ചെയ്യുക, അല്ലെങ്കിൽ അത് ചെയ്യുന്നതിന് നമ്മൾ കിൻ സെലക്ഷൻ എന്നാണ് പറയുക. അതായത് ഹ്യൂമൻസിലത് കാണാറുണ്ട്. സ്വന്തം കുഞ്ഞോ അല്ലെങ്കിൽ ബ്ലഡ് റിലേഷനിലുള്ളതിനോ കൂടുതൽ പ്രിഫർ കൊടുത്ത് സെലക്ട് ചെയ്യുക, ജീവിപ്പിക്കുക, അതിനുവേണ്ടി എന്തും ചെയ്യുക, അതാണ് കിൻ സെലക്ഷൻ. നെക്സ്റ്റ് ഗ്രൂപ്പ് സെലക്ഷൻ, അതായത് ഒരു ഗ്രൂപ്പിനെ നാച്ചുറൽ സെലക്ഷൻ വഴി സെലക്ട് ചെയ്യുക. അതായത് ഗ്രൂപ്പിൻ്റെ സർവൈവലിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക ഇൻഡിവിജ്വലിനെക്കാട്ടിലും. അത് ചിലപ്പോൾ ഇൻഡിവിജ്വൽ സ്വയം സാക്രിഫൈസ് ചെയ്തിട്ടാണെങ്കിൽ ആ ഗ്രൂപ്പ് മൊത്തത്തിൽ സർവൈവ് ചെയ്യും. ചിലപ്പോൾ അത് അറ്റ് ദ കോസ്റ്റ് ഓഫ് ഇൻഡിവിജ്വൽ ആയിരിക്കാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ സെലക്ഷൻ. അവിടെ ഇൻഡിവിജ്വൽ അതിനാണ് പ്രിഫറൻസ് കൊടുക്കുന്നത്. ചില ജീവികൾക്ക് ചില ഇൻഡിവിജ്വൽസ് സ്മാർട്ടായിരിക്കും, അത് കൂടുതൽ പാസ് ഡൗൺ ചെയ്യും, അതിൻ്റെ ജീന് അത് കൂടുതൽ സർവൈവ് ചെയ്യും, അതിനാണ് ഇൻഡിവിജ്വൽ സെലക്ഷൻ. ഫൊറേജിങ് എന്ന് വെച്ചാൽ ഫുഡിനെ കണ്ടുപിടിക്കുക, അതായത് എങ്ങനെയെങ്കിലും ഫുഡ് എടുക്കുക, അതാണ് ഫൊറേജിങ്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയാറുണ്ട്, ഈ ഇടയ്ക്കൊരു ഇൻ്റർവ്യൂവിൽ കേട്ടിരുന്ന ഒരു വെറ്റിനറി ഡോക്ടർ പറയുന്നത്, ഈ ആനിമൽസ്, അതായത് ആനയൊക്കെ പെട്ടെന്ന് ഈ നാട്ടിൽ ഇറങ്ങി വരുന്നത് അതിന് കൂടുതൽ ഗുഡ് ഫുഡ് കിട്ടിയിട്ടാണെന്ന്, അതായത് അതിന് കൂടുതൽ ഗുഡ് ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നാട്ടിലിറങ്ങി വരുന്നതെന്ന്. അപ്പോൾ അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നാട്ടിലിറങ്ങി വരുന്നത്. എന്നിട്ട് ഒരു ഹ്യൂമൻ കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ടാകുമ്പോൾ അതിന് അരി അല്ലെങ്കിൽ ഷുഗർ കെയിൻ പോലത്തെ ഗുഡ് ഫുഡ് കിട്ടും. അപ്പോൾ കാട്ടിലുള്ള ആനയുമായിട്ടുള്ള പ്രശ്നങ്ങൾ, കോമ്പറ്റീഷനിൽ നിന്ന് ഇതിന് രക്ഷപ്പെടുകയും ചെയ്യാം, ഗുഡ് ഫുഡ് കിട്ടിയിട്ട് തിരിച്ചു പോവുകയും ചെയ്യാം. അതായത് അതിൻ്റെ ഡെവലപ്മെൻറ്റ് കുറച്ചുകൂടെ ഫാസ്റ്റ് ആവും. അപ്പോൾ അത് ഗുഡ് ഫുഡിന് വേണ്ടി കൂടുതൽ നീഷ് നോക്കുന്നു. അത് ഒരു ഫൊറേജിങ് ടെക്നിക്കാണ് ശരിക്കും.